വ്യക്തിപരമായതൊന്നുമില്ല കേട്ടോ. പ്രധാനമന്ത്രി പറഞ്ഞതാണ് എല്ലാവർക്കും ഇല്ല. പത്രക്കാരെടുത്താ ചോദിക്കുന്ന മുഖ്യമന്ത്രിയെ എവിടെ ചെന്ന് കണ്ടുപിടിക്കാനാണെന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കുക. 30 ലക്ഷം രൂപ ചികിത്സിക്കാൻ പൈസ കിട്ടാതെയാണ് എന്റെ ഭാര്യ മരിച്ചത്. എല്ലാവർക്കും അറിയാവുന്ന പാർട്ടിക്കാർ ഇടപെട്ട് നിൽക്കുന്നവർക്കും വേണമെങ്കിൽ മെയിനായിട്ട് സാജുട്ടൻ കൗൺസിലർ അദ്ദേഹം ഇടപെട്ടതിന് ശേഷം പല പ്രാവശ്യമായിട്ടാണ് എനിക്ക് പൈസ. ഇവർ ഈ പൈസ ഇനി തന്നെ ഈ നാട് നന്നാക്കാൻ നടക്കുന്നത് എവിടേക്കാണ് നടക്കുന്നത്? എന്താ ജനങ്ങളുടെ പൈസ കൊടുക്കാത്തത്? ജനങ്ങളുടെ പൈസ കൊടുക്കും. സാറോട് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ഇതിന് മുൻഗണന എടുത്ത് നിങ്ങൾ പ്രവർത്തിച്ചില്ലെങ്കിൽ ആരും പ്രവർത്തിക്കാനില്ല. ഞാൻ കൂടെ വന്ന് ഞാൻ 82 വയസ്സായിരുന്നാണ്. മാപ്രാണത്ത് പെട്ടി വണ്ടി ഓടിച്ച് ഞാൻ ജീവിക്കുന്നത്. 82 വയസ്സായ ആളോട് വണ്ടി ഓടിക്കുന്നവരില്ല. ഇതിന് ED കൊണ്ട് ഇതിനുള്ള മറുപടി ഞാൻ പറയിപ്പിക്കും. സാറ് പറയിപ്പിക്കാനേ പറ്റുള്ളൂ, വേറെ ആർക്കും പറയാൻ പറ്റില്ല. ED കൊണ്ട് ഇതിനുള്ള മറുപടി ഞാൻ പറയിക്കും. ഇതിന്റെ സത്യവും ഞാൻ വെളിച്ചത്ത് കൊണ്ടുവരും. പൈസ പോയത് എങ്ങനെ പൊതുജനങ്ങൾക്ക് അറിയണം. ആരടിച്ചു മാറ്റി എങ്ങനെ ED ഒന്നും വെടിവെച്ചെന്ന് പറഞ്ഞ കാര്യമുണ്ടോ? പൊതുജനങ്ങൾക്ക് പൈസ കിട്ടണ്ടേ? ED വെടിവെച്ചാൽ മരിക്കണം. അതുകൊണ്ട് എന്റെ ആവശ്യം സാറ് ഒന്നും ഇത് മുൻപൊന്നും നിന്ന് ജനങ്ങളുടെ പൈസയ്ക്ക് വേണ്ടി എന്തെങ്കിലും വേറെ ആരും ചെയ്യാൻ
ഇതുവരെ ചെയ്തത് മുഴുവൻ ആരാ ചെയ്തത്? ഇന്ത്യയിലുണ്ട്. ഞാനല്ല, എന്റെ സർക്കാരാണ് ചെയ്തത്. അപ്പോ കോഓപ്പറേറ്റീവ് ബാങ്കിംഗ് സംവിധാനത്തിലൂടെ ഇനി കോഓപ്പറേറ്റീവ് ബാങ്കിംഗ് മേഖലയിൽ ഒരു പാർലമെന്റിൽ ഒരു നിയമം കൊണ്ടുവന്നപ്പോ ആരൊക്കെയാണ് അതിന് തടസ്സം വന്നത്? നിങ്ങൾ അവരെയൊക്കെ പിന്നെയും വോട്ട് കൊടുത്തങ്ങ് പോഷിപ്പിച്ചില്ലേ? ഇല്ലേ? 19 പേരും അവരുടെ പാർട്ടിയും ആ അമെന്റ്മെന്റിനെ എതിർത്തവരാണ്. എന്തുകൊണ്ടാണ്? പാർലമെന്റിൽ ഒരു നിയമം കൊണ്ടുവന്നപ്പോ അതിന് തടസ്സം വെച്ചവരാണ്, കല്ല് വെച്ചവരാണ്. അവരും ഈ പറയുന്ന പാവങ്ങളുടെ ജീവിതത്തിനാണ് കല്ല് വെച്ചത്. ആണോ? ഞങ്ങള് ബാങ്കിൽ കൊണ്ട് പൈസ ഇടുന്ന കഷ്ടപ്പെട്ട് 40 വർഷത്തോളം കേരളത്തിന് പുറത്ത് ജോലിയും പണി ചെയ്ത് ഉണ്ടാക്കിയ പൈസയാണ്. എന്റെ ഭാര്യ ഗവൺമെന്റ് ഒന്ന് ചേട്ടൻ തിരിഞ്ഞ ക്യാമറയിലോട്ട് നോക്കി അവരുടെ രാഷ്ട്രീയക്കാരെല്ലാം ഇതിന് ഉത്തരം പറയാം. പൈസ ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ പൈസ ആവശ്യം ബന്ധപ്പെട്ടില്ല. അത് ഡോക്ടറുടെ ലെറ്റർ വേണം, അത് വേണം, ഇത് വേണം പറയുന്നതിന്റെ കാര്യം എന്താ? ഒരു പെണ്ണിനെ ഒരു വിവാഹം നടക്കുകയാണെങ്കിൽ ആ വിവാഹത്തിന്റെ പള്ളിയിൽ നിന്ന് ലെറ്റർ വേണം, ആളുടെ ലെറ്റർ വേണം. ഇവർക്ക് ചോദിച്ചാൽ എന്താ ചെയ്യാം? ഞാൻ ബാങ്കിന് പൈസ ഇട്ട് കഴിഞ്ഞാൽ എന്റെ ആവശ്യത്തിന് പൈസ കിട്ടണം. ഇത് ആർക്കെങ്കിലും ഇത് മനസ്സിലാവുന്നില്ലേ? എന്നത് ഇങ്ങനെ എന്നിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് നാട്ടിൽ വന്ന് ഞങ്ങൾക്ക് വോട്ട് ചെയ്യും, ഞങ്ങൾ നാട് നന്നാക്കി തരാം എന്ന് പറയുന്നത് എന്താ അർത്ഥമുള്ളത്? എല്ലാവർക്കും ഇത് മനസ്സിലാവുന്ന കാര്യമാണ്. എന്റെ 30 ലക്ഷം രൂപയുണ്ടായി. ഈ 30 ലക്ഷം രൂപയിൽ 14 രൂപ കെഞ്ചി തന്നില്ല. എന്റെ ഭാര്യ മെഡിക്കൽ കോളേജ് കേട്ട് മരിച്ചു. സാറും എല്ലാവരും അറിയാവുന്നില്ല ഇതെന്താ ഇതിന്റെ കാര്യം, എന്താണ് ചെയ്യുന്നത്? അതോടൊപ്പം തന്നെ വണ്ടി ഓടിക്കുന്നത് ഞങ്ങൾക്ക് ക്ഷേമനിധി കെട്ടണം. എല്ലാവരും മനസ്സിലായിട്ട് 52 വയസ്സായി ഞാൻ ക്ഷേമനിധി കെട്ടിയിട്ട് എനിക്ക് എന്ത് പറ്റ കിട്ടും? എന്തിനാണ് ഈ നിയമങ്ങൾ ഉണ്ടാക്കും? ജനങ്ങളുടെ പൈസ പറ്റിക്കും തന്നെ. എന്തെങ്കിലും ആൾമാർക്ക് പറയാനുണ്ടോ? സാർ 82 വയസ്സായ ഞാൻ ക്ഷേമനിധി കെട്ടാതെ ഉണ്ട്. എനിക്ക് എന്റെ വണ്ടിയുടെ ടാക്സ് കെട്ടാൻ പറ്റുന്നില്ല. ടാക്സ് കെട്ടി അല്ലാണ്ട് ബാക്കി പരിപാടികൾ നടക്കുന്നില്ല. ഈ ക്ഷേമനിധി കെട്ടിട്ട് എനിക്ക് എന്താ പെൻഷനുണ്ട്? ഞാൻ ആറ്റോട് ചോദിച്ചു എന്താ എനിക്ക് പെൻഷനുണ്ട്? ഞങ്ങളുടെ വകുപ്പട്ട. അഥവാ എനിക്ക് ചെയ്യണമെങ്കിൽ ഇല്ല, ക്ഷേമനിധിയുടെ കാര്യം പറയുന്നത് കൃത്യമാണ്. ഇന്ന് പത്രവാർത്തയുണ്ട്, ഒന്ന് അന്വേഷിച്ചോ. ഓട്ടോക്കാരൻ അവന്റെ ക്ഷേമനിധിയിലേക്ക് അടച്ച കാശ് ഒന്ന് അന്വേഷിക്കും. ഇന്ന് പത്രവാർത്തയുണ്ട്. ഏത് പത്രമാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. എനിക്ക് SBയിൽ ഞാൻ കണ്ടത്. ആയിരക്കണക്കിന് ആൾക്കാരെ വണ്ടിക്കാരും ചെറുപ്പക്കാരും പിള്ളേര് അവർ ഫോർ ദ ടൈം അവരെന്തെങ്കിലും വണ്ടി ഓടിക്കും. അവർ ക്ഷേമനിധി കെട്ടണം. ക്ഷേമനിധി കെട്ടിയിട്ട് എന്ത് പെൻഷൻ കിട്ടും? എനിക്ക് 82 വയസ്സായ എന്നോട് ഇരുന്നാലും കൂടെ ആദ്യം പറഞ്ഞാണ്. അല്ല, പാർട്ടി സെക്രട്ടറിമാരെല്ലാം ഇല്ലേ ഉദ്ധരിക്കാൻ ഇറങ്ങി നടക്കുന്ന? അവരെ അറിയിക്ക് നാളെ കരുവന്നൂരിന്റെ കൗണ്ടർ തുറന്നു വെച്ച് അവരുടെ കാശ് തിരിച്ചു കൊടുക്കാൻ പറ. EDയുടെ കയ്യിലുണ്ടെന്ന് അവർ പറയുകയാണെങ്കിൽ EDയുടെ അടുത്ത് നിന്ന് മേടിച്ചു കൊടുക്കാനുള്ള സംവിധാനം ഒരുക്കാൻ പറ. ഞാൻ ഇന്ത്യൻ പൗരനാണ്. എന്റെ മനസ്സിലായിട്ടുണ്ട് എനിക്ക്. എന്താ ഇവർ ക്ഷേമനിധിയെ പൈസ പിരിച്ചിട്ട് എന്തിനു പിരിക്കുന്നത്? അഥവാ പൈസ കെട്ടിയില്ലെങ്കിൽ വാർഡ് കൗൺസിലറിന്റെ ലെറ്റർ മേടിക്കാം. വാർഡ് കൗൺസിലറിന്റെ ലെറ്റർ മേടിച്ചിട്ട് ചെയർപേഴ്സന്റെ അടുത്ത് കൊണ്ടുപോകാം. അവിടെ തന്നെ കൺഫേം ചെയ്യിക്കുക. എന്നിട്ട് തൃശ്ശൂർ ഓഫീസിൽ പോയിട്ട് ഈ ലെറ്റർ ഉണ്ടും തള്ളും കൊണ്ട് അവിടെ തന്നെ അപ്പൊ അവർ ലെറ്റർ തരും. ഈ ഒരു വർഷത്തിൽ ഇയാളെ പുറത്താക്കി. എന്തിനത്? ഞാൻ ബ്രിട്ടീഷ് ഭാഷയാണോ? ഇല്ല, അത് ആ വിഷയം ഇന്ന് കാലത്ത് എൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഈ ഇരിഞ്ഞാലക്കുടയിൽ ബസ് സ്റ്റാൻഡിനെ സംബന്ധിച്ച് നിങ്ങൾ എൻ്റെ അടുത്ത് പൊതുവിഷയങ്ങൾ ഉന്നയിക്കുമ്പോഴും ഇതാര് ചെയ്തു തരേണ്ടതാണ്, ആർക്കാണ് ഇത് ചെയ്തു തരാൻ പറ്റുക എന്ന് പറയുന്ന കോഓപ്പറേറ്റീവ് ഫെഡറലിസം സ്ട്രക്ചറിൽ ഇതിനെന്താണ് സാധ്യത എന്നും കൂടെ നല്ലതുപോലെ മനസ്സിലാക്കിയിട്ട് എൻ്റെ അടുത്ത് ചോദിക്കണം. അതെ, ചെയ്യാൻ പറ്റുന്ന സാങ്കേതികത ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്തു തരും. അത് തന്നെയാണ് എന്റെ ജോലി. സർ പറയുന്ന ഒന്ന് കേൾക്കൂ. കളക്ടർക്ക്, പ്ലാനിംഗ് ഓഫീസർക്ക് ഈ 1 കോടി ഇരിഞ്ഞാലക്കുട ജനറൽ ഹോസ്പിറ്റലിന്റെ 4ാമത്തെ നിലയില്ല, 1 കോടി എന്റെ MD ഫണ്ടിൽ നിന്ന് എഴുതി കൊടുത്തതാണ്. 45 ദിവസം കഴിഞ്ഞ് വന്നപ്പോ ഇല്ലല്ല, കൈയടിക്കല്ലേ,
അതിന് നിങ്ങൾ നെഞ്ചത്തടിച്ച് നിലവിളിക്കേണ്ട അവസ്ഥയാണ്. ഇല്ല, ഇത് MP ഫണ്ടിൽ നിന്ന് ചെയ്യാൻ ഒക്കത്തില്ല എന്ന് അഡ്വൈസ് വന്നു. അവിടെയാണ് നിങ്ങളുടെ രാജ്യത്തിന്റെ മന്ത്രി എന്ന നിലയ്ക്ക് ഞാൻ കൈകാര്യം ചെയ്യുന്ന മന്ത്രാലയത്തിൽ CSR ഫണ്ടിന് എനിക്ക് അവകാശമില്ല. എനിക്ക് അവകാശമുണ്ട്, പക്ഷെ ആ വകുപ്പ് ഞാൻ കൈകാര്യം ചെയ്യില്ല എന്ന് ആദ്യമേ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ അറിയിച്ചത്. കാരണം എനിക്കിങ്ങനെ വന്ന് ഈ CSR എന്ത് അഴിമതിക്കാണ് കൊണ്ടുപോകുന്നതെന്ന് എനിക്കറിയത്തില്ല. അതിനകത്ത് ഞാൻ ഒപ്പിടാൻ തയ്യാറല്ല. അതുകൊണ്ട് അത് എൻ്റെ ക്യാബിനറ്റ് മന്ത്രിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് മുഴുവൻ കൈകാര്യം ചെയ്യുന്നത് ഹർദീപ് സിംഗ് പുരിജിയാണ്. അദ്ദേഹത്തോട് ഞാൻ അഭ്യർത്ഥിച്ചിട്ടാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനാണ് 4ാമത്തെ നില അവിടെ പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ 4ഓ 5ഓ ഓയിൽ കമ്പനികളെ കൊണ്ട് അത് ചെയ്യിക്കണമെങ്കിൽ തരട്ടെ, തരാൻ പറ. അത് നിങ്ങളുടെ KSRTC വകുപ്പാണ്, അവരുടെ സ്വത്താണെങ്കിൽ അവരാണ് തരേണ്ടത്. അതല്ലെങ്കിൽ ഇവിടുത്തെ കോർപ്പറേഷനോ മുനിസിപ്പാലിറ്റിയോ ആരാന്ന് വെച്ചാൽ അതിന്റെ അവകാശം തരട്ടെ, നമുക്ക് നോക്കാം. urban ഡെവലപ്മെന്റ് മിനിസ്ട്രിയിലും കൊടുത്തു നോക്കാം. പിന്നെ എന്റെ ശ്രമമാണ്, ചെയ്ത് തന്നു കഴിഞ്ഞിരിക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത്, പിന്നെ എന്റെ ശ്രമമാണ്. പക്ഷെ അത് എന്റെ അധികാര പരിധിയിൽ പെടുന്നതല്ല. എനിക്കിതിനകത്ത് നേരിട്ടൊരു കൈകടത്തൽ പറ്റില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളോട് നാളെ തന്നെ നമുക്കത് നീങ്ങാം എന്ന് ഞാൻ പറയില്ല. ആ ഒരു ചിരിച്ചു കാണിച്ച രാഷ്ട്രീയം പറ്റില്ല, ഇനിയും പറ്റില്ല. ആരൊക്കെ പാഠം പഠിപ്പിക്കാൻ വന്നാലും ശരി തന്നെ എന്നെ പാഠം പഠിപ്പിച്ച് ഗുരുക്കന്മാരെല്ലാം നല്ല സത്യസന്ധരായിരുന്നു കേട്ടോ. ഞാൻ പാർട്ടി ക്ലാസ്സിലൊന്നും ഇരുന്ന് പഠിച്ചിട്ട് വന്ന ആളല്ല. ഇത് നോക്കാം, ഇന്നത്തെ കാലത്ത് തന്നെ സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട്. അല്ല, ഇതിന് വളരെ ലളിതമായിട്ട് ഒറ്റ ഇത്രയേ ഉള്ളൂ, ആ നഗരസഭ ഇങ്ങോട്ട് ഏൽപ്പിച്ചോളൂ. നിങ്ങളുടെ ഇവിടുത്തെ MLA എന്റെ പാർട്ടിക്കാരനെ ആക്കി തരും. പിന്നെ വളരെ എളുപ്പമായിരിക്കും. ചങ്കൂറ്റത്തോടെ വിളിച്ചു പറയുന്നു.